ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ തുലാം രാശി ലഗ്നമായി ജനിക്കുന്നവരുടെ ശുഭഗ്രഹങ്ങളും അശുഭ ഗ്രഹങ്ങളെ സംബന്ധിച്ചും അതുപോലെ ശുഭഗ്രഹങ്ങളുടെയും അശുഭ ഗ്രഹങ്ങളുടെയും ഫലദാനങ്ങളെ സംബന്ധിച്ചും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു, ക്ഷണിക്കുന്നു. തുലാ ലഗ്ന ജാതകർക്ക് ശുക്രൻ ലഗ്നാധിപനും അഷ്ടമാധിപനുമാണ്. ലഗ്നാധിപൻ ശുഭനും അഷ്ടമാധിപൻ അശുഭനുമാണ്. എന്നാൽ തുലാ ലഗ്ന ജാതകർക്ക് അഷ്ടമാധിപൻ ലഗ്നാധിപൻ തന്നെ ആകയാൽ അഷ്ടമാധിപത്യ ദോഷം കാര്യമാക്കേണ്ടതില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആ നിലയ്ക്ക് ശുക്രൻ തുലാ ലഗ്ന ജാതകർക്ക് ശുഭഗ്രഹമാണ്. അതുകൊണ്ട് ശുക്രൻ്റെ ദശാ അപഹാര കാലങ്ങൾ ജാതകർക്ക് ധാരാളം ശുഭഫലങ്ങൾ അനുഭവം ആകുന്ന കാലമായിരിക്കും. അടുത്തത് രണ്ടാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനായ ചൊവ്വയെ സംബന്ധിച്ചാണ്. അതായത് വൃശ്ചികം, അതുപോലെ മേടം രാശി, ഈ രാശികളുടെ അധിപനായ ചൊവ്വയെ സംബന്ധിച്ച്. രണ്ടാം ഭാവം മാരക ഭാവമാണ്. അതുപോലെ തന്നെ ഏഴാം ഭാവവും മാരക ഭാവം തന്നെയാണ്. ആകെ 3 മാരക ഭാവങ്ങളാണ് ഉള്ളത്. 2, 7, 11 ഈ 3 ഭാവങ്ങളാണ് മാരക ഭാവങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. 2 എന്നാൽ ധനവും, 7 എന്നാൽ ഇണയും, അതായത് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, 11 എന്നാൽ ലാഭവും. പണത്തിൻ്റെ പേരിലും പെണ്ണിൻ്റെ പേരിലും ലാഭത്തിൻ്റെ പേരിലുമാണല്ലോ കൊലപാതകങ്ങൾ മുഴുവൻ. അതുകൊണ്ടാണ് ഈ ഭാവങ്ങളെ മാരക ഭാവങ്ങൾ എന്ന് ജ്യോതിഷം പറയുന്നത്. ഇവിടെ തുലാ ലഗ്ന ജാതകർക്ക് 2, 7 ഭാവാധിപനായ ചൊവ്വ അങ്ങനെയാണ് മാരകൻ ആകുന്നത്. 7ാം ഭാവാധിപത്യം എന്ന കേന്ദ്രഭാവത്തിൻ്റെ ആധിപത്യം അശുഭഗ്രഹമായ ചൊവ്വയ്ക്ക് ലഭിച്ചപ്പോൾ ചൊവ്വ ശുഭഗ്രഹമായി മാറേണ്ടതാണ്. എന്നാൽ മാരക ഭാവം എന്ന ദുരവസ്ഥ അതിനും മേലെ ആയതിനാലാണ് ചൊവ്വ ഇവിടെ മാരകനും പാപനും ആകുന്നത്. അടുത്തത് 3, 6 ഭാവങ്ങളുടെ അധിപനായ വ്യാഴത്തെ സംബന്ധിച്ചാണ്. അതായത് ധനു, മീനം എന്നീ രാശികളുടെ അധിപനായ വ്യാഴം. ഈ 2 ഭാവങ്ങളും, അതായത് 3, 6 ഭാവങ്ങൾ ദുസ്ഥാനമാകയാൽ, അതായത് 3, 6, 8, 12 എന്നീ ഭാവങ്ങളാണ് ഗ്രഹനിലയിലെ ദുസ്ഥാനങ്ങൾ. ഇതിലെ 2 ഭാവാധിപത്യം വ്യാഴത്തിന് തന്നെ ലഭിക്കുമ്പോൾ തുലാലഗ്ന ജാതകർക്ക് വ്യാഴം കടുത്ത പാപഗ്രഹമായി മാറുന്നു. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ജാതകർക്ക് ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവ ആയിരിക്കും. അടുത്തത് 4, 5 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശനിയെ സംബന്ധിച്ചാണ്. അതായത് മകരം, കുംഭം രാശികളുടെ ആധിപത്യം. 4ാം ഭാവം കേന്ദ്രഭാവമാണ്. 4, 7, 10 എന്നീ കേന്ദ്രഭാവങ്ങളിൽ 1. ഇതിൽ 4ാം ഭാവത്തിൻ്റെ ആധിപത്യം ശനിക്ക് ലഭിക്കുമ്പോൾ ശനി ജാതകന് ശുഭഗ്രഹമായി മാറുന്നു. 5ാം ഭാവം ത്രികോണ ഭാവങ്ങളിൽ ഒന്നാണ്. 5, 9 എന്നീ ഭാവങ്ങളാണ് ത്രികോണ ഭാവങ്ങൾ. ഇതിൽ 5ാം ഭാവം ശനിക്ക് കിട്ടുമ്പോൾ ശനി ജാതകന് ത്രികോണാധിപനായ ശനിയായി ശുഭനായി മാറുന്നു. തന്നെയുമല്ല,
ഒരു ഗ്രഹത്തിന് തന്നെ കേന്ദ്രാധിപത്യവും ത്രികോണാധിപത്യവും കൈവരുമ്പോൾ ആ ഗ്രഹം ജാതകന് യോഗകാരകനായി മാറുന്നു. ആ ഗ്രഹം ധാരാളം ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന യോഗകാരകനും ആയി മാറുന്നു. അതുകൊണ്ട് ശനിയുടെ ദശാകാലങ്ങളും അപഹാര കാലങ്ങളും ജാതകർക്ക് ധാരാളം ശുഭഫലങ്ങൾ ലഭ്യമാകുന്ന കാലം ആയിരിക്കും. അടുത്തത് 9, 12 ഭാവാധിപനായ ബുധനെ സംബന്ധിച്ചാണ്. 9ാം ഭാവം ത്രികോണ ഭാവമാണ്. അതുകൊണ്ട് തന്നെ തുലാലഗ്ന ജാതകർക്ക് ത്രികോണാധിപനായ ശുഭനാണ് ബുധൻ. ഈ ബുധന് 12ാം ഭാവാധിപത്യം കൂടിയുണ്ട്. 12ാം ഭാവം ദുസ്ഥാനങ്ങളിൽ ഒന്നാണെങ്കിലും ബുധൻ്റെ ഈ ദുസ്ഥാന ആധിപത്യം ത്രികോണാധിപത്യ ശുഭത്വത്തിന് വഴിമാറുന്നു. അതിനാൽ തുലാലഗ്ന ജാതകർക്ക് ബുധൻ ശുഭഗ്രഹവും ബുധൻ്റെ ദശ അപഹാര കാലങ്ങൾ ശുഭകാലങ്ങളും ആയിരിക്കും. അടുത്തത് 10ാം ഭാവാധിപനായ ചന്ദ്രനെ സംബന്ധിച്ചാണ്. 10ാം ഭാവം ഒരു ശുഭഭാവം തന്നെയാണ്. അതുകൊണ്ട് ചന്ദ്രൻ തുലാലഗ്ന ജാതകർക്ക് ശുഭഗ്രഹവും ചന്ദ്രൻ്റെ ദശ അപഹാര കാലങ്ങൾ ജാതകർക്ക് ശുഭ ഫലങ്ങളും നൽകുന്ന കാലം ആയിരിക്കും. അടുത്തത് 11ാം ഭാവാധിപനായ സൂര്യനെ സംബന്ധിച്ചാണ്. 11ാം ഭാവം മാരക ഭാവമാണ്, ലാഭഭാവം. ഈ ഭാവത്തിൻ്റെ ആധിപത്യം സൂര്യന് ലഭിക്കുമ്പോൾ സൂര്യൻ ജാതകർക്ക് മാരകനായി മാറുകയും സൂര്യൻ്റെ ദശ അപഹാരകാലങ്ങളിൽ ജാതകർക്ക് ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ജാതകർക്ക് അത് കഷ്ടകാലവും ആയിരിക്കുന്നതാണ്. തുലാലഗ്ന ജാതകരുടെ ശുഭഗ്രഹങ്ങളും അശുഭഗ്രഹങ്ങളും അവർ നൽകുന്ന ഗുണദോഷ ഫലങ്ങളും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9650232894 എന്ന ഫോൺ നമ്പറോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.